ഹായ് ഹലോ, നമുക്ക് പുതിയൊരു കേക്ക് വ്ളോഗ് കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് സെറ്റ് ചെയ്യാനുള്ളത് ഒരു 2 kg വെയിറ്റ് വരുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1.5 കിലോൻ്റെ ബാറ്ററാണ് സെറ്റ് ചെയ്യുന്നത്. 7 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 കിലോൻ്റെ ബാറ്റർ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ ഒരുപാട് ഫില്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് 2 kg ആവും കേട്ടോ. അത് നമ്മൾ കുറേയൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, വനില ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് 2 കിലോ എന്ന് പറയുമ്പോൾ 2 കിലോൻ്റെ ബാറ്റർ ചെയ്യണം. അതല്ല ചോക്ലേറ്റ് കേക്ക്, ടെൻഡർ കോക്കനട്ട് കേക്ക്, അങ്ങനെ ഉള്ളിൽ ഫില്ലിംഗ് ഉള്ള കേക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 1.5 കിലോ ചെയ്താൽ മതി. അര കിലോ നമ്മൾ കുറച്ചല്ലോ, അതേപോലെ. അപ്പോൾ 1.5 കിലോൻ്റെ ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ 1 കിലോ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ആ ഒരു വെയിറ്റ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് 2 kg കേക്കാണ്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ക്രീം സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്രീമിലേക്ക് കുറച്ച് ക്രീം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളതൊക്കെ. ഇതിപ്പോൾ ഉള്ളിൽ ഫില്ലിങ്ങിന് കൊടുക്കാനുള്ള കേക്ക് ക്രീം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഗനാഷ് ആഡ് ചെയ്തിട്ട് ആ ഒരു ക്രീം സെറ്റാക്കി എടുക്കുന്നത്. ബാക്കി നമുക്ക് വൈറ്റ് ക്രീം ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. കാരണം 2-3 കേക്കിന് നമ്മൾ സെപ്പറേറ്റ് വേറെ കളർ ആഡ് ചെയ്യാനുള്ളതാണ്. കേക്ക് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത് ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ട് ടിന്നിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എപ്പോഴും ബേക്ക് ചെയ്യുന്ന പാത്രങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഒരു കോലം നോക്കേണ്ട, വർഷങ്ങളായിട്ട് ചെയ്യുന്ന പാത്രങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ കേക്ക് രണ്ടും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുവരെയും ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടി ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഭയങ്കര മടിയാവും കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന പരിപാടി ഈ ഒരു പാത്രം കഴുകലാണ് കേട്ടോ. കാരണം അത്രയും പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ വൈകിട്ടാണ് കേട്ടോ കേക്ക് ക്രം കോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 2 ടിന്നിൽ ചെയ്ത കേക്കും 3 ലെയേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 6 ലെയറാണ് ഉണ്ടാവുക. നോർമൽ ഞാൻ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ 7 ഇഞ്ചിൽ 4 ലെയർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷും ക്രീമിലും അത്യാവശ്യം ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ക്രീമൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ നോർമൽ വൈറ്റ് ക്രീം ഉണ്ടല്ലോ, ആ ഒരു വെയിറ്റ് ആവില്ല ഈ ഒരു ക്രീമിന്. ക്രീമൊക്കെ പെട്ടെന്ന് വെയിറ്റ് കൂടും. അപ്പോൾ ഇപ്പോഴൊക്കെ ഏകദേശം കുറേയൊക്കെ കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കറക്റ്റായിട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കൂടുതൽ എപ്പോഴും ഉണ്ടാവും, അങ്ങനെയല്ല. ആദ്യമൊക്കെ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ 1 കിലോ കേക്ക് ചോദിച്ചാൽ 2 കിലോ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഏത് ടിന്നിൽ ചെയ്യണം, എത്ര ചെയ്യണം, അതെങ്ങനെ ചെയ്ത് വന്നാലും കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേയൊക്കെ ഏകദേശമൊക്കെ നമുക്ക് എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല റിച്ച് ആയിട്ടുള്ള കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വെയിറ്റ് അത്യാവശ്യം കൂടുതലുണ്ടാവും. അപ്പോൾ അത് കൂടുതലായി കഴിഞ്ഞാലും നമുക്ക് കൂടുതൽ വേണമല്ലോ, അത്രയും റേറ്റ് തന്നിട്ട് കസ്റ്റമേഴ്സ് നമുക്ക് കേക്കിന് ഓർഡർ തരുമ്പോൾ നമുക്ക് അത്രയും റേറ്റ് കൂടുതലാകുമ്പോൾ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ കസ്റ്റമർ നമുക്ക് തന്നിട്ടുള്ളത് 2 കിലോ ചോക്ലേറ്റ് കേക്കാണ്. ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്ത് ഫൈനൽ കോട്ട് ഇപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വെയിറ്റ് കാണിച്ചു തരാം. അപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ അവസ്ഥ. കേക്കിൽ നിന്ന് പിന്നെ ഞാനത് കട്ട് ചെയ്തെടുക്കാറില്ല കേട്ടോ, ക്രീം ഞാൻ കുറക്കാറുമില്ല. ഇപ്പോൾ നമുക്ക് കേക്കിൻ്റെ ടോട്ടൽ വെയിറ്റ് വന്നിട്ട് ഇപ്പോൾ 2419. അപ്പോൾ 2.5 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ബോർഡ് അതിൽ ഇൻക്ലൂഡ് അല്ലേന്ന്. ബോർഡ് നമ്മൾ ആദ്യം വെച്ചിട്ട് അതൊന്ന് മൈനസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള പ്രിൻ്റ് ടോപ്പേഴ്സൊക്കെ സെറ്റ് ചെയ്യാം. ഇതൊക്കെ പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ നൈറ്റിലെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അതേ ഡിസൈനാണ് കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. പക്ഷേ അതിൽ വെച്ച ബട്ടർഫ്ലൈസിൻ്റെ കയ്യിലുണ്ട് എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. നമുക്ക് റെഡിമെയ്ഡ് പാക്ക് വരുന്ന ഒരു സെറ്റ്, പക്ഷേ ഈ ഒരു കളറിൽ മാത്രം അതില്ല, ബാക്കി കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഓൾറെഡി നമ്മൾ പല കളേഴ്സിലും പ്രിൻ്റ് എടുത്ത് വെക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇതിന് മാച്ചായിട്ടുള്ള കുറച്ച് ബട്ടർഫ്ലൈസ് ഞാൻ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവർ തന്നതിൽ ആ ഒരു ബട്ടർഫ്ലൈസിന് ചേഞ്ച് ഉണ്ട്, ബാക്കിയൊക്കെ എക്സാക്റ്റ് അതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൽ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അവരെ ബേബീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിലാണ് മോളുടെ ഡ്രസ്സിൻ്റെ കളറ്. അപ്പോൾ നമ്മൾ ആ ഒരു കളറിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 1 എന്നുള്ള ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം സൈസുള്ളൊരു 1 ആയിരുന്നു കേട്ടോ ഇത്. ഞാൻ നോർമലി ചെയ്യുമ്പോൾ ഈ ഒരു ടോപ്പർ മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം
നമുക്ക് ചെറിയ കേക്കുകൾക്കൊക്കെ അത് ഭയങ്കര ഓവർ സൈസായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ കറക്റ്റ് അതിന് പറ്റിയൊരു കേക്ക് കിട്ടിയത്. ഇത് കേക്ക് അത്യാവശ്യം സൈസ് ഉണ്ട്, അത്യാവശ്യം ടോൾ കേക്ക് തന്നെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അധികം വലിപ്പം തോന്നിക്കണില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ടോപ്പർ വെച്ചിട്ടുണ്ട്. മോളുടെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിൽ എഴുതിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇതിനക്ക് മാച്ചായിട്ടുള്ള ഫോക്സ് ബോൾസ് നമ്മൾ അതേ കളറിലും 2-3 കളറിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോഴാണ് കേട്ടോ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുക. ഇതിപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷേ അവർക്ക് നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈസ് മാത്രമാണ് കേട്ടോ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുള്ളത്. അതിപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഒന്നുമല്ല, എന്നാലും നമ്മൾ ചെയ്ത വർക്ക് തന്നെ നമുക്ക് തന്നിട്ട് അതേപോലെ ചെയ്തു തരാൻ പറയുമ്പോൾ ചെറിയൊരു ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ സംഭവിച്ചു പോയതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി സ്റ്റോക്ക് ഔട്ട് ആയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാ കളേഴ്സ് ഇതിലുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ ഏകദേശം അതിന് മാച്ചായിട്ടുള്ള ബട്ടർഫ്ലൈസൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് കസ്റ്റമർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമ്മൾ പാക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരത്തെ ഇതിന് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മഴയൊക്കെ വരുമ്പോഴേക്കിന് സെറ്റാക്കിയിട്ട് ബോക്സ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ടൈമിൽ ചിലപ്പോൾ മഴയായിരിക്കും, അപ്പോൾ എനിക്ക് നല്ല ഫോട്ടോ വീഡിയോസ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി നേരത്തെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്കൊന്നും കൂടി തോന്നി ആ ഒരു കളർ ഒന്നും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും അത് റിമൂവ് ചെയ്തിട്ട് പല ഭാഗത്തായിട്ട് ഒന്നും കൂടി ആ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോ നമ്മളിങ്ങനെ എടുത്ത ടൈമിലാണ് കസ്റ്റമർ പറഞ്ഞത് ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്താമെന്നുള്ളത്. പിന്നെ നമുക്ക് നല്ല സമാധാനമായിരുന്നു കേട്ടോ. കാരണം പിന്നെ നമുക്ക് ബോക്സ് ചെയ്യാനുള്ളൊരു പണിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പിന്നെ അവർ വരുന്ന ആ ഒരു ടൈമിലേക്ക് 2 ബോക്സ് ജോയിൻ ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് ചെയ്ത് കൊടുക്കണത്. ഒരുപാട് ഹൈറ്റൊന്നുമില്ല, അതുകൊണ്ട് അതിന്മേൽ ടച്ച് ആവില്ല. നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടോ കേക്കിൻ്റെ ബോക്സ് തട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുട്ടയും സാധനങ്ങളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. മെയിനായിട്ട് ഓർഡർ വന്നിട്ടുള്ളത് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ബട്ടർ അത്ര ഉണ്ടായിരുന്നില്ല, അതുപോലെ ഫ്രഷ് ക്രീമും വേണം. അതിവിടെ എടുത്ത ഷോപ്പിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവിടെ പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ മേടിച്ച് വന്നിട്ട് അടുത്ത കേക്കിനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു കേക്ക് ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. 2 kg ആണ് വെയിറ്റ് വന്നിട്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റമറുടെ മോളുടെ ഡ്രസ്സ് വൈറ്റ് ഗോൾഡ് തീമിലാണ്. ആ ഒരു തീമിൽ നമ്മളെടുത്ത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കറക്റ്റ് ഇങ്ങനെ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ഐഡിയ പോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളുടെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് വെച്ചതാണ്. പിന്നെ ഗോൾഡും വൈറ്റും ആണല്ലോ, അപ്പോൾ ഗോൾഡൻ കളറിലുള്ള ഈ ഒരു ബട്ടർഫ്ലൈസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാനൊരു 3 വർഷം മുന്നേ വാങ്ങിയ ഒരു ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ. പക്ഷേ ഇതുവരെയും നമുക്കത് യൂസ് ചെയ്യാനുള്ളൊരവസരം കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു കറക്റ്റ് മാച്ചായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിന്. ഗോൾഡൻ കളർ പറഞ്ഞതുകൊണ്ട് നമുക്ക് സൈസൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു തീമിലാണ് കേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് അവർ പിക്ക് ചെയ്തു. അപ്പോൾ അത് അവർ ടൈം പറഞ്ഞു, ആ ഒരു ടൈമിലേക്ക് നമ്മൾ ബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്യണേ.